നമുക്കറിയാം, മനുഷ്യ ജീവിതങ്ങൾ 5 ഘട്ടങ്ങളിലായി കടന്നുപോകുന്നു. ഒന്ന് ശൈശവം, 2 ബാല്യം, 3 കൗമാരം, 4 യൗവനം, 5 വാർദ്ധക്യം. ഇങ്ങനെ 5 ഘട്ടങ്ങളിലായിട്ടാണ് മനുഷ്യന്റെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോന്നിനെയും സംബന്ധിച്ചും ഒരു വിശദീകരണത്തിന്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല. കാരണം ഈ 5 ഘട്ടങ്ങളിൽ, മനുഷ്യന്റെ 5 ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഘട്ടം അവന്റെ യൗവന പ്രായമാണ്. അതുകൊണ്ട് തന്നെ ഈ യൗവനമായ ഈ പ്രായം അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടുന്ന രീതിയിലൂടെ, പടച്ച തമ്പുരാന് ഇഷ്ടപ്പെടുന്ന രീതിയിലൂടെ ആക്കി മാറ്റാൻ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇന്ന് യുവാക്കൾ ലോകത്തിന്റെ നാനാ ദിക്കുകളിലും സർവ്വവിധ പ്രശ്നങ്ങൾക്കും അവർ ഇഴകിച്ചേർന്ന് സമൂഹത്തിനും സമുദായത്തിനും കുടുംബത്തിനും എന്ന് വേണ്ട ലോകത്തിനൊക്കെയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും ഒരു പ്രശ്നത്തിന്റെ തുടക്കം, ഒരു പ്രശ്നത്തിന്റെ നിദാനം ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും യുവാക്കളാണ് എന്ന്. കാരണം അവരുടെ സ്ഥിരകളിലൂടെ ആ കൗമാരത്തിന്റെ പ്രായം കഴിഞ്ഞു കടന്ന് യൗവനത്തിലേക്ക് എത്തുന്ന മനുഷ്യൻ പ്രേമവും അതുപോലുള്ളതായ മറ്റ് അനാചാര പ്രവർത്തനങ്ങളും അവനിൽ വന്നു ചേരുമ്പോൾ അവന്റെ ബുദ്ധിക്ക് അനുയോജ്യമല്ലാത്ത, യഥാർത്ഥത്തിൽ അവന് തോന്നുന്നത് അവന്റെ ബുദ്ധിക്ക് അത് അനുയോജ്യമാണെന്ന് തോന്നുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അനുയോജ്യമല്ലാത്ത രീതിയിലൂടെ അവന്റെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബാബ് ശുബത്തുൻ മിനൽ ജുനൂൻ, യൗവനം പ്രാന്തിൽ നിന്നുള്ള ഒരു ശാഖയാണ്. ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്നു, യൗവനം എന്നത് പ്രാന്തിൽ നിന്നുള്ള ഒരു ശാഖയാണ്. യുവാവായി മാറുന്ന മനുഷ്യൻ അവൻ എന്ത് ചെയ്യുന്നു എന്ന് അവന് തന്നെ അറിയാൻ വയ്യാത്ത രീതിയിലൂടെ അവന്റെ പ്രവർത്തന മേഖലകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാം, ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ യുവാക്കൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ്, നബിയുൽ വറ, ശഫീഉൽ വറ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ പകർത്താൻ തയ്യാറാകാതെ ഈ ദുനിയാവിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഓരോ അനിസ്ലാമികമായിരിക്കുന്ന, അല്ലാഹു ഇഷ്ടപ്പെടാത്ത, പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ യുവാക്കൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അവർ തെറ്റുകളിലും കുറ്റങ്ങളിലും കുറ്റകൃത്യങ്ങളിലും അവർ വീണുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ നേതാവ് നബിയുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ സംബന്ധിച്ചാണ് പഠിപ്പിച്ചത്. അൻ നബി ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യത്തിന് മറുപടി പറയാതെ ഒരു സൃഷ്ടിക്കും അവന്റെ കാലിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ സാധ്യമേ അല്ല. ലോകത്തിന്റെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ അർബഈൻ. ഒന്ന്, അൻ ഉംരിഹി ഫീമാ അഫ്നാ وعن علمه فيما فعله وعن ماله من أين اكتسبه وفيما أنفقه وعن جسمه فيما أبلاه أو كما قال نبينا وشفيعنا رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഓ യുവ സമൂഹമേ കേട്ടുകൊള്ളുക, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരുന്നു, ഒരു 4 ചോദ്യത്തിന്റെ മറുപടി അവനും
നൽകാതെ പാടില്ലെന്ന് ചലനം കാലിനും. നിനക്കുള്ള വയസ്സ് നീ എന്തിനായി നശിപ്പിച്ചടോ? പഠിച്ചിട്ട് അതുകൊണ്ടെന്തമൽ നീ ചെയ്തടോ? ധനമെങ്ങനാ നീ അന്ന് സമ്പാദിച്ചതും അത് ഏത് മാർഗമിലാണ് ചെലവ് നീ ചെയ്തതും? കൂടാതെ നിന്റെ ആരോഗ്യവും നീ എന്തിനായി നശിപ്പിച്ചു എന്നും പറയടോ നീ വ്യക്തമായി. 4 ചോദ്യത്തിന്റെ മറുപടി പറയാതെ ഒരു മനുഷ്യനും അവന്റെ കാൽപാദങ്ങൾ മുമ്പോട്ടോ പിമ്പോട്ടോ ചലിപ്പിക്കാൻ സാധ്യമേയല്ല. അതിൽ ഒന്ന്, നിനക്കുള്ള വയസ്സ് നീ എന്തിനായി നശിപ്പിച്ചടോ? രാജസയ്യിദായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആയുസ് തന്നില്ലേ? ആ ആയുസ് നാം എന്തിനു വേണ്ടി ചെലവഴിച്ചു? നമ്മളിവിടെ 10 വർഷം അല്ലെങ്കിൽ 20 വർഷം അല്ലെങ്കിൽ 30 വർഷം 40 വർഷം അല്ലെങ്കിൽ 50 വർഷം നമ്മളിവിടെ ജീവിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഓരോ വ്യക്തിയോടും വിളിച്ചിട്ട് അല്ലാഹു ചോദിക്കുന്നു, ഓ മനുഷ്യ, നിനക്ക് ഞാൻ തന്ന ഈ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഞാനും നിങ്ങളും ഒന്ന് വിലയിരുത്തണം. ഈ ഇലത്തൂരിൽ ഒരുമിച്ച് കൂടിയ യുവാക്കളും അതുപോലെ യുവതികളും എന്റെ മുന്നിൽ തടിച്ചുകൂടിയ ജനസമൂഹം ഒന്ന് ആലോചിക്കുക. നമ്മളോട് രാജസയ്യിദായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, നിന്റെ ആയുസ് നീ എന്തിന് ചിലവഴിച്ചതോ? എന്താ മറുപടി പറയും? ഞാൻ നിങ്ങളും 50 വയസ്സ് വരെ ഞാനിവിടെ ജീവിച്ചു, അല്ലെങ്കിൽ 60 വയസ്സ് വരെ ഞാനിവിടെ ജീവിച്ചു. ഈ വയസ്സ്, ഈ കാലയളവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് ഓശാരമായി നൽകിയതാണ് ഈ ആയുസ്. ഞാൻ എന്ത് ചെയ്തു? സുബ്ഹാനല്ലാഹ്. ഇതിന് മറുപടി പറയാതെ നാളെ കാല് ചലിപ്പിക്കാൻ മുമ്പോട്ടോ പിമ്പോട്ടോ മനുഷ്യ നമ്മുടെ കാല് ചലിപ്പിക്കാൻ സാധ്യമല്ല. ഞാനും നിങ്ങളും ഒന്ന് വിലയിരുത്തണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആയുസ് തന്നില്ലേ? ഇത്രയും വയസ്സ് നമുക്ക് തന്നില്ലേ? നമ്മുടെ കഴിവ് കൊണ്ടാണോ? നമ്മുടെ പൂർവികരുടെ കഴിവ് കൊണ്ടാണോ? അല്ല സഹോദര, അല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ദുനിയാവിലേക്ക് പടച്ചതമ്പുരാൻ പറഞ്ഞു വിട്ടത് ഒരു പരീക്ഷണമാത്രമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പരീക്ഷിക്കുകയാണ്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ. അല്ലാഹു ചോദിക്കുകയാണ്, വെറുതെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ ഭാവിക്കുകയാണോ? വെറുതെയാണ് ദുനിയാവിലേക്ക് നിങ്ങളെ ഞാൻ വിട്ടത് എന്ന് നിങ്ങൾ ഭാവിക്കുകയാണോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. പരിശുദ്ധ ഖുർആനിൽ അമറൽ ജലീലു അസ്സവജൽ. എന്നിലേക്ക് നിങ്ങളെ മടക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ ഭാവിച്ചു പോയോ? നിങ്ങൾ മരിച്ചു വരികയില്ലെന്ന് നിങ്ങൾ കരുതുകയാണോ? എന്റെ മുമ്പിൽ വരേണ്ടുന്നവരാണ്, എന്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടുന്നവരാണ്. നിങ്ങൾ ഓരോന്നിനും മറുപടി പറഞ്ഞേ മതിയാവൂ. ഈ ചട്ടത്തിൽ ഷാജഹാൻ മൗലവി അല്ലാഹുവിന്റെ മുമ്പിൽ പടച്ചതമ്പുരാന്റെ സന്നിധിയിൽ നിന്നിട്ട് എന്നോട് അല്ല ചോദിക്കപ്പെടും. അതുപോലെ നിങ്ങളോട് ഓരോരുത്തരോടും അല്ല ചോദിക്കപ്പെടും. നിനക്ക് ഞാൻ ആയുസ് തന്നില്ലടോ? നിനക്ക് ഞാൻ വയസ്സ് 50 വയസ്സ് വരെ അല്ലെങ്കിൽ 60 വയസ്സ് വരെ നിനക്ക് ജീവിക്കാനുള്ള അവകാശം ഞാൻ തന്നില്ലേ? നീ ഏത് രീതിയിലാണ് നിന്റെ ആയുസ്സിനെ വിനിയോഗിച്ചത്? ഈ ഭൂമിയിലോട് നീ അഹങ്കാരത്തോടുകൂടി നടന്നു, നീ ധിക്കാരിയായി നടന്നു. ഈ മണ്ണിന്റെ അടിയിൽ അതേ നീ പെട്ടുപോകേണ്ടുന്നവരാണെന്ന കാര്യം നീ മറന്നുപോയോ? എന്റെ യുവാക്കളും യുവതികളും എന്റെ സഹോദരന്മാരെ, നമ്മൾ വളരെ നല്ല രീതിയിൽ വിലയിരുത്തണം. വയസ്സായിട്ട് വടിയുമെടിച്ച് ഇബാദത്ത് ചെയ്യാൻ പറ്റാത്ത കാലം വരുമ്പോൾ, മക്കളെല്ലാം വെറുക്കപ്പെടുന്ന കാലഘട്ടം വരുമ്പോൾ, അപ്പോഴിരുന്ന് മൂലയിലിരുന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല, അപ്പോഴ് പള്ളിയിൽ വന്നിട്ട് കേൾപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ചിന്തിച്ചോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് തന്നിരിക്കുന്ന ഈ സമയം
നിന്റെ യൗവനത്തെ സംബന്ധിച്ച്, നിന്റെ ആയുസ്സിനെ സംബന്ധിച്ച്, നിന്റെ ഓരോ ഘട്ടങ്ങളെ സംബന്ധിച്ചും രാജസയ്യതായ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദ്യം ചെയ്യപ്പെടുന്നു. സഹോദരന്മാരെ,